വെൽക്കം ടു കോഓപ്പറേഷൻ ഹെഡ് യൂട്യൂബ് ചാനൽ. ഇവിടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സെക്ഷൻ 7 രജിസ്ട്രേഷൻ. ഇവിടെ 4 സബ്സെക്ഷനാണ് പറയുന്നത്. സെക്ഷൻ 7 സബ്സെക്ഷൻ 1, ഇഫ് ദ രജിസ്ട്രാർ ഈസ് സാറ്റിസ്ഫൈഡ്. രജിസ്ട്രാർ താഴെ പറയുന്ന കാര്യങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ. ഏതൊക്കെയാണ് താഴെ പറയുന്നത്? സെക്ഷൻ 7 സബ്സെക്ഷൻ 1-ൽ 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ എ, ദാറ്റ് the application complies with the provisions of this act and rule. അതായത് അപേക്ഷ ഈ നിയമത്തിനും ചട്ടങ്ങൾക്കും വിധേയമാണെന്നും that the objects of the proposed society are in accordance with section 4. നമ്മൾ കുറച്ചു മുന്നേ പഠിച്ചു സൊസൈറ്റിയുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 4 പ്രകാരമായിരിക്കണം എന്നാണ് പറയുന്നത്. ക്ലോസ് സിയിൽ പറയുന്നു that the area of operation of the proposed society and the area of operation of another society of similar type do not overlap. അതായത് നിർദ്ദിഷ്ട സംഘത്തിൻ്റെ പ്രവർത്തന മേഖല അതേ സ്വഭാവമുള്ള മറ്റൊരു സംഘത്തിൻ്റെ പ്രവർത്തന മേഖലയിലേക്ക് കടക്കാൻ വേണ്ടി പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഡിയിൽ പറയുന്നു that the proposed bylaws are not contrary to the provisions of this act and rule. കുറച്ചു മുന്നേ അപ്ലിക്കേഷൻ നിയമത്തിനും ചട്ടങ്ങൾക്കും വിധേയമായിരിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സൊസൈറ്റിയുടെ നിർദ്ദിഷ്ട ബൈലോ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസരിച്ചായിരിക്കണം എന്നാണ് ഇവിടെ ഡിയിൽ പറയുന്നത്. അടുത്ത ഇ, ദാറ്റ് ദ പ്രപ്പോസ്ഡ് സൊസൈറ്റി കംപ്ലൈൻസ് വിത്ത് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് സൗണ്ട് ബിസിനസ്. അതായത് നിർദ്ദിഷ്ട സംഘം കാര്യക്ഷമമായ വ്യാപാരത്തിന് ആവശ്യമായ കാര്യങ്ങൾ നിറവേറ്റുന്നു എന്നും ഇപ്പോൾ ലേറ്റസ്റ്റ് കൊണ്ടുവന്ന ഒരു അമെൻഡ്മെൻ്റാണ് എഫിൽ പറയുന്നത്. അതായത് ദാറ്റ് ദ പ്രപ്പോസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഹാവ് കളക്റ്റഡ് 2,50,000 rupees ആൻഡ് നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഹാവ് കളക്റ്റഡ് 1,00,000 rupees ആസ് ദ മിനിമം ഷെയർ ക്യാപിറ്റൽ. അതായത് നിർദ്ദിഷ്ട വായ്പാ സംഘങ്ങളുടെ ഏറ്റവും കുറഞ്ഞ മൂലധനമായി 2,50,000 രൂപ വേണം. അതുപോലെ വായ്പേതര സംഘമാണെങ്കിൽ മിനിമം ഷെയർ ക്യാപിറ്റൽ എത്ര വേണം? 1,00,000 രൂപ വേണം. ഇത്രയും കാര്യങ്ങൾ രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ രജിസ്ട്രാറിന് എന്ത് ചെയ്യാം? ആ സൊസൈറ്റിയും അതുകൂടാതെ അതിൻ്റെ ബൈലോയും എന്ത് ചെയ്യാം? രജിസ്റ്റർ ചെയ്യാം. എത്ര ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം? 60 ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം. ഏത് ഡേറ്റ് മുതൽ? ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ. അപ്ലിക്കേഷൻ കിട്ടിയിട്ട് 60 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാറിന് വേണമെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാം. പ്രൊവൈഡഡ് ദാറ്റ് the requirements of minimum share capital in this clause shall not be applicable to cooperative societies of scheduled caste or scheduled tribe, fisheries, vanida, transgenders, primary and pattern milk cooperative societies, schools, colleges and traditional industrial cooperative societies. അതായത് 9 ടൈപ്പ് ഓഫ് സൊസൈറ്റികൾക്ക് ഈ പറഞ്ഞ മിനിമം ഷെയർ ക്യാപിറ്റൽ കളക്ട് ചെയ്യണം എന്ന നിബന്ധന ഒഴിവാക്കിയിട്ടുണ്ട്. അവ ഏതൊക്കെയാണ്? ഷെഡ്യൂൾഡ് കാസ്റ്റ് ഓർ ഷെഡ്യൂൾഡ് ട്രൈബ്, ഫിഷറീസ്, വനിത, ട്രാൻസ്ജെൻഡേഴ്സ്, പ്രൈമറി ആൻഡ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സ്കൂൾസ്, കോളേജസ് ആൻഡ് ട്രഡീഷണൽ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. 9 ടൈപ്പ് ഓഫ് സൊസൈറ്റികൾക്ക് മിനിമം ഷെയർ ക്യാപിറ്റൽ വേണം എന്ന നിബന്ധന ഒഴിവാക്കിയിട്ടുണ്ട്. സെക്ഷൻ 7 സബ്സെക്ഷൻ 2, വേർ the registrar refuses to register a society, he shall communicate the order of refusal together with the reasons. Therefore, within 15 days of such order to such of the applicants as may be prescribed. ചില സമയങ്ങളിൽ രജിസ്ട്രാർ എന്ത് ചെയ്യാം? അപേക്ഷ നിരസിക്കും. ഏതെങ്കിലും കാരണവശാൽ രജിസ്ട്രാർ സംഘത്തിൻ്റെ രജിസ്ട്രേഷൻ നിരസിക്കുകയാണെങ്കിൽ അതിനുള്ള കാരണങ്ങളോട് കൂടിയ ഒരു ഉത്തരവ് ബന്ധപ്പെട്ട കക്ഷികളെ 15 ദിവസത്തിനുള്ളിൽ അറിയിച്ചിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. Section 7 subsection 3, an application for registration of a cooperative society shall be disposed of by the registrar within 60 days from the date of receipt of application. അതായത് സംഘം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അപേക്ഷ കിട്ടിക്കഴിഞ്ഞ് 60 ദിവസത്തിനകം രജിസ്ട്രാർ അപേക്ഷയുമേൽ തീരുമാനം എടുത്തിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഈ ഭാഗത്തുള്ള അവസാന സബ്സെക്ഷൻ നോക്കാം. സെക്ഷൻ 7 സബ്സെക്ഷൻ 4, where an application for registration of a society is not disposed of within the time specified in subsection 3, the applicant may make a representation.
അതായത് തൊട്ട് മുകളിൽ സബ്സെക്ഷനിൽ ഒരു ടൈം ലിമിറ്റ് പറയുന്നുണ്ട്. 60 ദിവസത്തിനുള്ളിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് തീർപ്പാക്കിയിരിക്കണം എന്ന്. ഒന്നുകിൽ എന്ത് ചെയ്യാം, അപേക്ഷ സ്വീകരിച്ച് സംഘം രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ അപേക്ഷ തള്ളാം. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാം, ആപ്ലിക്കൻറ്റിന് ഒരു നിവേദനം കൊടുക്കാം. അതാണ് ഇവിടെ പറയുന്നത്, ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കാം. നമുക്കറിയാം, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ നോക്കിയാണ് എവിടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഒക്കെ ആണെങ്കിൽ അതാത് ഏരിയയിലുള്ള അസിസ്റ്റൻറ്റ് രജിസ്ട്രാറിനാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു ജില്ല മുഴുവൻ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു സൊസൈറ്റി അതാത് ജില്ലയിലെ ജോയിൻറ്റ് രജിസ്ട്രാർമാർക്കാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഒന്നിലധികം ജില്ലകളും അതുപോലെ സംസ്ഥാനം മുഴുവനുള്ള സംഘടനകളൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള രജിസ്ട്രാർക്ക് അപേക്ഷ കൊടുക്കുകയും ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ സെക്ഷൻ 7 സബ്സെക്ഷൻ 4 ക്ലോസ് എയിൽ പറയുന്നത്. ബിഫോർ ദ രജിസ്ട്രാർ, ഇഫ് ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഈസ് മെയ്ഡ് ടു എ പേഴ്സൺ ഓൺ whom the powers of the registrar is conferred under subsection 2 of section 3. നമുക്കറിയാം, സെക്ഷൻ 3 സബ്സെക്ഷൻ 2 പ്രകാരം രജിസ്ട്രാറുടെ അധികാരങ്ങൾ വികേന്ദ്രീകരിച്ച് നൽകിയിട്ടുള്ള രജിസ്ട്രാറിനാണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ തൊട്ട് മുകളിലുള്ള സെക്ഷൻ 3 സബ്സെക്ഷൻ 1 പ്രകാരമുള്ള രജിസ്ട്രാറിനാണ് റെപ്രസെൻറ്റേഷൻ കൊടുക്കേണ്ടത്. അടുത്തത് ക്ലോസ് ബിയിൽ പറയുന്നു, ബിഫോർ ദ ഗവൺമെൻറ് ഇഫ് ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഈസ് മെയ്ഡ് ബിഫോർ രജിസ്ട്രാർ. അതായത് സെക്ഷൻ 3 സബ്സെക്ഷൻ 1 പ്രകാരമുള്ള രജിസ്ട്രാറിനാണ് അപേക്ഷ കൊടുത്തിട്ടുള്ളത് എങ്കിൽ റെപ്രസെൻറ്റേഷൻ ആർക്കാണ് കൊടുക്കേണ്ടത്? ഗവൺമെൻറ്റിനാണ് റെപ്രസെൻറ്റേഷൻ കൊടുക്കേണ്ടത്. ആൻഡ് ദ രജിസ്ട്രാർ ഓർ ദ ഗവൺമെൻറ് ആസ് ദ കേസ് മേ ബി ഷാൾ within 60 days from the date of receipt of such a representation issue directions to the authority concerned to take appropriate decision on the application for registration, and the authority concerned shall comply with such directions. മുകളിൽ പ്രസ്താവിച്ച രീതിയിലുള്ള നിവേദനം രജിസ്ട്രാർക്കോ ഗവൺമെൻറ്റിനോ ലഭിച്ച തീയതി മുതൽ 60 ദിവസത്തിനുള്ളിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഉചിതമായ തീരുമാനം എടുക്കുന്നതിന് നിർദ്ദേശങ്ങൾ നൽകേണ്ടതുമാണ്. ഇനി നമുക്ക് കുറച്ചുകൂടെ വിശദമായി പഠിക്കാം. ഇവിടെ നോക്കുക, സെക്ഷൻ 7 സബ്സെക്ഷൻ 1 പറയുന്നു, രജിസ്ട്രാർ താഴെ പറയുന്ന കാര്യങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ എന്ത് ചെയ്യാം, സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാം. ഏതൊക്കെ കാര്യങ്ങളാണ്? ക്ലോസ് എയിൽ പറയുന്നു, ദാറ്റ് ദ ആപ്ലിക്കേഷൻ കംപ്ലൈൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ആൻഡ് റൂൾ. ചിലപ്പോൾ നാളെ എക്സാമിൽ എന്ത് ചോദിക്കാം, ദാറ്റ് ദ ആപ്ലിക്കേഷൻ കംപ്ലൈൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ഓൺലി, അല്ലെങ്കിൽ ദിസ് റൂൾ ഓൺലി എന്നൊക്കെ ചോദിക്കാം. അങ്ങനെയെങ്കിൽ അത് എഴുതാൻ വേണ്ടി പാടില്ല. ദിസ് ആക്ട് ആൻഡ് ദ റൂൾസ് എന്ന് തന്നെ പ്രത്യേകം പറയുന്നുണ്ട്, അതുപോലെ എഴുതണം. അതുപോലെ ക്ലോസ് ബിയിൽ പറയുകയാണ്, ദാറ്റ് ദ ഒബ്ജക്റ്റ് ഓഫ് ദ പ്രപ്പോസ്ഡ് സൊസൈറ്റി ആർ ഇൻ അക്കോർഡൻസ് വിത്ത് സെക്ഷൻ 4. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രപ്പോസ്ഡ് എന്ന വേർഡ് ഒരുപാട് തവണ പറയുന്നുണ്ട്. അതായത് നിർദ്ദിഷ്ട സംഘം, ആ സൊസൈറ്റി ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല, രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പ്രപ്പോസ്ഡ് സൊസൈറ്റി അല്ലെങ്കിൽ പ്രപ്പോസ്ഡ് ബൈലോ എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത്. നാളെ ചിലപ്പോൾ എക്സാമിൽ ചോദ്യങ്ങൾ പല രീതിയിൽ വരാം. സോ നിങ്ങൾക്ക് തീർച്ചയായും ഉത്തരം എഴുതാൻ വേണ്ടി സാധിക്കണം. നമുക്കറിയാം, പ്രപ്പോസ്ഡ് സൊസൈറ്റിയുടെ ഒബ്ജക്റ്റ് ഏത് സെക്ഷൻ പ്രകാരമായിരിക്കണം? സെക്ഷൻ 4 പ്രകാരമായിരിക്കണം. അതുകൂടാതെ ക്ലോസ് സിയിൽ പറയുന്നു, ദാറ്റ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ പ്രപ്പോസ്ഡ് സൊസൈറ്റി ആൻഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് another സൊസൈറ്റി ഓഫ് സിമിലർ ടൈപ്പ് ഡു നോട്ട് ഓവർലാപ്പ്. നമുക്കറിയാം, ഓരോ സൊസൈറ്റിക്കും ഓരോ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. നമുക്കൊരു എക്സാമ്പിൾ പറയാം. അതായത് ഒരു നിർദ്ദിഷ്ട സ്ഥലത്ത് ഒരു പഞ്ചായത്തിൽ ഒരു സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടെങ്കിൽ അവിടെ വീണ്ടും ഒരു സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങാൻ വേണ്ടി സാധിക്കില്ല. ചിലപ്പോൾ നാളെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളിൽ ഇങ്ങനൊരു ചോദ്യം വരാം, ദാറ്റ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ പ്രപ്പോസ്ഡ് സൊസൈറ്റി ആൻഡ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് another പ്രപ്പോസ്ഡ് സൊസൈറ്റി ഓഫ് സിമിലർ ടൈപ്പ് ഡു നോട്ട് ഓവർലാപ്പ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഇവിടെ another സൊസൈറ്റി എന്നാണ് പറയുന്നത്, അല്ലാതെ another പ്രപ്പോസ്ഡ് സൊസൈറ്റിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേർഡോ അല്ല ഇവിടെ പറയുന്നത്. സോ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ക്ലോസ് ഡിയിൽ പറയുന്നു, ദാറ്റ് ദ പ്രപ്പോസ്ഡ് ബൈലോസ് ആർ നോട്ട് കോൺട്രറി ടു ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്
ഇവിടെ നോക്കുക, പ്രപ്പോസ്ഡ് ബൈലോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ നാളെ എക്സാമിൽ എന്ത് ചോദിക്കാം, ദാറ്റ് ദ രജിസ്റ്റേർഡ് ബൈലോസ് ആർ നോട്ട് കോൺട്രറി ടു ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ആൻഡ് റൂൾസ് എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ അത് തെറ്റാണ്. ഇവിടെ പ്രപ്പോസ്ഡ് ബൈലോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, രജിസ്റ്റേർഡ് ബൈലോ എന്നല്ല. അതുപോലെ തന്നെ ആക്ട് ആൻഡ് റൂളിന് ഒരിക്കലും എതിരാകാൻ വേണ്ടി പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. സോ ആക്ട് ആൻഡ് റൂൾ ഫോളോ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രപ്പോസ്ഡ് സൊസൈറ്റിയാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ രജിസ്റ്റേർഡ് സൊസൈറ്റി എന്ന് തന്നുകൊണ്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാം. സോ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി പഠിക്കുക. പ്രപ്പോസ്ഡ് എന്ന വാക്ക് ഇവിടെ പ്രത്യേകം ഉപയോഗിച്ചിരിക്കുന്നു. സോ പ്രപ്പോസ്ഡ് സൊസൈറ്റി കംപ്ലീറ്റ്സ് വിത്ത് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് എ സൗണ്ട് ബിസിനസ്. നല്ല രീതിയിലുള്ള വ്യാപാരം ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ആ സൊസൈറ്റിക്ക് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ ഇപ്പം ലേറ്റസ്റ്റ് കൊണ്ടുവന്നൊരു അമെൻഡ്മെൻ്റ് ആണ് പ്രപ്പോസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റി. നമുക്കറിയാം ഒരുപാട് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഉണ്ട്. അവിടെയൊക്കെ എന്ത് വേണം, മിനിമം 2.5 ലക്ഷം രൂപ എന്ത് ചെയ്യണം, ഷെയർ ക്യാപിറ്റലായിട്ട് മിനിമം കളക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നോൺ ക്രെഡിറ്റ് സൊസൈറ്റി ആണെങ്കിൽ എന്ത് ചെയ്യണം, മിനിമം 1 ലക്ഷം രൂപ ഷെയർ ക്യാപിറ്റലായിട്ട് കളക്ട് ചെയ്തിരിക്കണം. ഇവിടെ കളർ കൊടുത്ത വേർഡ്സ് പ്രത്യേകം പഠിക്കണം. അതൊരിക്കലും മാറാൻ വേണ്ടി പാടില്ല. അത് പഠിച്ചാൽ മാത്രമേ ഏത് ടൈപ്പ് ചോദ്യം ലോയിൽ നിന്നും ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് സെക്ഷൻ 7 സബ്സെക്ഷൻ 1-ൽ 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ 6 കാര്യങ്ങളും അപ്ലിക്കൻ്റ് ആയ സൊസൈറ്റി സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ രജിസ്ട്രാറിന് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഈ പറഞ്ഞ 6 കാര്യങ്ങൾ ഏതെങ്കിലും 2 കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും 3 കാര്യങ്ങളോ മാത്രം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. ഈ പറഞ്ഞ 6 കാര്യങ്ങളും തീർച്ചയായിട്ടും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ, നേടിയാൽ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കൂ. ഇത്രയും കാര്യങ്ങൾ രജിസ്ട്രാറിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, സൊസൈറ്റിയും അതുപോലെ തന്നെ അവരുടെ ബൈലോയും എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. ഏത് ഡേറ്റ് മുതലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ. അപ്ലിക്കേഷൻ കിട്ടിയ ഡേറ്റ് മുതൽ 60 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാം, ആ സൊസൈറ്റിയും അതുപോലെ അതിൻ്റെ ബൈലോയും രജിസ്റ്റർ ചെയ്യാം. അദ്ദേഹം ഓർഡർ റെഫ്യൂസൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൽ കാരണം ഉണ്ടായിരിക്കണം. കാരണമില്ലാതെ റെഫ്യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് ഇവിടെ പറയുന്നു. അതുപോലെ ഈ റെഫ്യൂസൽ ഓർഡർ ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്ലിക്കൻസ് ആണ് കൊടുക്കേണ്ടത്. ചിലപ്പോൾ നാളെ എക്സാമിൽ അപ്ലിക്കൻറ്റിന് പകരം ചിലപ്പോൾ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നൊക്കെ നമ്മളോട് ചോദിക്കാം. അങ്ങനെയെങ്കിൽ അതൊരിക്കലും എഴുതാൻ വേണ്ടി പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ആരാണോ അപേക്ഷ കൊടുത്തത് അയാൾക്കാണ് എന്ത് കൊടുക്കേണ്ടത്, റെഫ്യൂസൽ ഓർഡർ കൊടുക്കേണ്ടത്. അടുത്ത സെക്ഷൻ 7 സബ്സെക്ഷൻ 3-ൽ പറയുന്നു, ആൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ഷാൾ ബി ഡിസ്പോസ്ഡ് ഓഫ് ബൈ ദ രജിസ്ട്രാർ വിത്തിൻ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ. അപേക്ഷ കിട്ടിയ തീയതി മുതൽ 60 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, അത് ഡിസ്പോസ് ചെയ്തിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത സെക്ഷൻ 7 സബ്സെക്ഷൻ 4-ൽ പറയുന്നു, ഈ രജിസ്ട്രേഷന് വേണ്ടിയുള്ള അപേക്ഷ മുകളിൽ പറഞ്ഞ സമയത്തിനുള്ളിൽ തീരുമാനമൊന്നും എടുത്തില്ല എങ്കിൽ എന്ത് ചെയ്യാം, ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധിക്കുക, റെപ്രസെൻറ്റേഷൻ എന്ന വേർഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. റെപ്രസെൻറ്റേഷൻ, റിക്വസ്റ്റ്, അപ്പീൽ, റിവിഷൻ, റിവ്യൂ ഇതൊക്കെ വേറെ വേറെ പദങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കേണ്ട വാക്കാണ് റെപ്രസെൻറ്റേഷനാണ്. അതായത് നിവേദനമാണ് ഇവിടെ കൊടുക്കുന്നത്. ചിലപ്പോൾ ചോദ്യത്തിൽ റെപ്രസെൻറ്റേഷൻ, റിക്വസ്റ്റ് എന്നീ വാക്കുകളൊക്കെ നമ്മളോട് ചോദിക്കാം. തീർച്ചയായിട്ടും റെപ്രസെൻറ്റേഷൻ എന്ന് തന്നെ എഴുതണം. ഇതിൽ സബ്സെക്ഷൻ 4 ക്ലോസ് എയിൽ പറയുന്നു, രജിസ്ട്രാറിൻ്റെ അധികാരങ്ങൾ വികേന്ദ്രീകരിച്ച് കൊടുത്ത ഓഫീസർക്കാണ് എങ്കിൽ ആർക്കാണ് അപേക്ഷ കൊടുക്കേണ്ടത്, തൊട്ട് മുകളിലുള്ള രജിസ്ട്രാറിനാണ് അപേക്ഷ കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ രജിസ്ട്രാർക്കാണ് അപേക്ഷ കൊടുത്തതെങ്കിൽ ആർക്കാണ് റെപ്രസെൻറ്റേഷൻ കൊടുക്കേണ്ടത്, ഗവൺമെൻറ്റിനാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അങ്ങനെ റെപ്രസെൻറ്റേഷൻ കൊടുത്ത തീയതി മുതൽ 60 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, അതിന്മേൽ തീരുമാനമെടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ ചില ആളുകൾക്ക് കൺഫ്യൂഷൻ ആവുന്നൊരു പദമാണ് ആൻഡ് കഴിഞ്ഞ് ദ രജിസ്ട്രാർ ഓർ ദ ഗവൺമെൻറ് ആസ് ദ കേസ് മേ ബി എന്ന് പറയുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് രജിസ്ട്രാർ ഓർ ദ ഗവൺമെൻറ് എന്ന് പറയുന്നത്? അതായത് സെക്ഷൻ 7 സബ്സെക്ഷൻ 4 ക്ലോസ് എയിൽ പറയുന്ന രജിസ്ട്രാറാണ് അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ ആണ് ആർക്ക് റെപ്രസെൻറ്റേഷൻ കൊടുക്കേണ്ടത്, രജിസ്ട്രാറിന് റെപ്രസെൻറ്റേഷൻ കൊടുക്കേണ്ടത്. അതുപോലെ സബ്സെക്ഷൻ 4 ബി പ്രകാരമുള്ള
രജിസ്ട്രാറിനാണ് അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ ആർക്കാണ് റെപ്രസെൻറ്റേഷൻ കൊടുക്കേണ്ടത്? ഗവൺമെൻറ്റിനാണ് എന്ത് കൊടുക്കേണ്ടത്? റെപ്രസെൻറ്റേഷൻ കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ രജിസ്ട്രാർ ഓർ ദ ഗവൺമെൻറ് എന്ന് പറയുന്നത്. തൊട്ട് മേലെ പറയുന്ന ക്ലോസ് എ അതുപോലെ ക്ലോസ് ബി, അതുകൊണ്ടാണ് രജിസ്ട്രാർ ഓർ ഗവൺമെൻറ് എന്ന് പറയുന്നത്.